നഷ്ടമല്ല, ലാഭമാണ് മരണം. ഫിലിപ്പിയർ 1:12 മുതൽ 30 വരെ. ധ്യാനത്തിനായിട്ട് 21 വാക്യം. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. ദൈവത്തിൻ്റെ ഒരു ദാനമായിട്ടാണ് ജീവനെ ഞാൻ കാണുന്നത്. ജീവൻ നേടുന്നതിന് വേണ്ടി ഞാൻ ഒന്നും ചെയ്തില്ല. അത് ദൈവത്തെ തിരിച്ചേൽപ്പിക്കേണ്ട സമയം ഇതാ അടുത്തു വരുന്നു. അതിനെപ്പറ്റി പരാതിപ്പെടുവാൻ എനിക്ക് അവകാശമില്ല. ജോയ്സ് കേറി എന്ന മഹാൻ മരിക്കുന്നതിന് അല്പം മുമ്പ് പറഞ്ഞതാണിത്. ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഈദൃശമായ വീക്ഷണമുള്ളവർക്ക് ജീവൻ അതിൻ്റെ ഉടയവനെ, അതായത് ദാതാവിനെ തിരിച്ച് ഏൽപ്പിക്കുന്ന സന്ദർഭം മാത്രമാണ് മരണം. അതിൽ പരാതിപ്പെടാൻ എന്തിരിക്കുന്നു? എന്നാൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ദേഹവിയോഗത്തിൽ പരാതിപ്പെടാത്തവർ ആരാണുള്ളത്? മരിച്ചവരെപ്പറ്റി വിലപിക്കുന്നവർ തങ്ങളുടെ പ്രിയപ്പെട്ടവരോടുള്ള സ്നേഹാധിക്യം കൊണ്ടാണ് ദുഃഖിക്കുന്നത് എന്ന് പറയുന്നതിനേക്കാൾ സ്വാർത്ഥത കൊണ്ടാണ് എന്ന് പറയുകയല്ലേ കൂടുതൽ ശരി? ഞാനീ പറയുന്നത് പ്രഥമ ശ്രവണത്തിൽ അല്പം പരുഷമായി തോന്നാം, എന്നാൽ വാസ്തവം അതാണ്. പ്രൗഢവയസ്കനായ ഒരാൾ സന്താനങ്ങളില്ലാതെ മരിക്കുന്നു എന്ന് വിചാരിക്കുക. ഇനി എനിക്ക് ആരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ ഭാര്യ ഇടനെഞ്ച് തകർന്ന് കരയുമ്പോൾ ആരുടെ കരളാണ് അലിയാത്തത്? അന്തരിച്ച ഭർത്താവിനുള്ള സ്നേഹാധിക്യത്തേക്കാൾ ഉപരി എനിക്കിനി ആരുണ്ട് എന്ന ചോദ്യമാണ് ഉയർന്നു നിൽക്കുന്നത്. മനുഷ്യ സ്നേഹത്തിൻ്റെ പിന്നിൽ വർദ്ധിക്കുന്ന പ്രേരണ പലപ്പോഴും സ്വാർത്ഥത ആയിരിക്കുമെന്നാണ് ഈ സംഭവം സൂചിപ്പിക്കുന്നത്. എനിക്കിനി ആരുണ്ട് എന്ന ചോദ്യത്തിന് മാനവ ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ട്. ആ ചോദ്യം ഒരിക്കലും അപ്രസക്തമല്ല. എന്നാൽ ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താത്തവരുടെ ജീവിതം നിത്യനരകമായിരിക്കുമെന്നുള്ള യാഥാർത്ഥ്യം വിസ്മരിച്ചുകൂടാ. എന്നാൽ ഒരിക്കലും പരാജയപ്പെടാത്ത ദൈവത്തിൻ്റെ ജ്ഞാനത്തെയും അത്യുത്തമമായ സ്നേഹത്തെയും ചോദ്യം ചെയ്യാതെ വിശ്വസിക്കുന്നവരെ അവിടുന്ന് അന്ത്യവരെയും കാത്തരുളുന്നു. നമ്മുടെ സ്വാർത്ഥപരമായ ഇച്ഛ ദൈവത്തിൻ്റെ ഇച്ഛയ്ക്ക് വഴിമാറിക്കൊടുക്കുമ്പോൾ കൂരിരുൾ നിറഞ്ഞ നമ്മുടെ ജീവിതം പ്രകാശമാനമായി തീരും. ജോർജ് മുള്ളർ എന്ന മഹാഭക്തൻ്റെ ഭാര്യയുടെ നിര്യാണം മേൽപ്പറഞ്ഞ യാഥാർത്ഥ്യത്തിന് നല്ലൊരു ദൃഷ്ടാന്തമാണ്. 4 ദശകങ്ങളോളം ജോർജ് മുള്ളറിൻ്റെ വലങ്കൈയായി അദ്ദേഹത്തോടൊത്ത് സേവനമനുഷ്ഠിച്ച മഹാസാധ്വി ആയിരുന്നു മുള്ളറിൻ്റെ സഹധർമ്മി. സാധാരണക്കാർ പറയുന്ന പോലെ അവരുടെ നിര്യാണം കനത്ത നഷ്ടമായിരുന്നു. എന്നാൽ ജോർജ് മുള്ളർ പിറുപിറുക്കുകയോ പരാതിപ്പെടുകയോ ചെയ്തില്ല. ദൈവത്തിൻ്റെ കരുതലിനെയും സ്നേഹത്തെയും കുറിച്ച് അദ്ദേഹം ഓർക്കുക മാത്രമേ ചെയ്തുള്ളൂ. രോഗത്തിൻ്റെയും വേദനയുടെയും ബന്ധനത്തിൽ നിന്ന് തൻ്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിയുടെ ആത്മാവിനെ മോചിപ്പിച്ചതിന് ദൈവത്തോട് അദ്ദേഹം നന്ദി പറഞ്ഞു. സ്വാർത്ഥതയുടെ കൂടപ്പിറപ്പായി ജനിക്കുന്ന ദുഃഖം അദ്ദേഹത്തിൻ്റെ ദുരിതാനുഭവങ്ങളെ ഭരിച്ചില്ല. തനിക്ക് താങ്ങും തണലുമായിരുന്ന പത്നിയുടെ ദേഹവിയോഗം മൂലം അവർ കർത്താവിനോടൊത്തുള്ള പരമാനന്ദപ്രദമായ സ്വർഗീയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചുവെന്ന് അദ്ദേഹം വിശ്വസിച്ചു. പത്നി അന്തരിച്ചതിൻ്റെ പിറ്റേ ദിവസം മുള്ളർ ഒരു പ്രാർത്ഥനാ യോഗത്തിൽ സംബന്ധിച്ചു. ആ യോഗത്തിൽ അദ്ദേഹം ഇപ്രകാരം പ്രസ്താവിച്ചു: പ്രിയപ്പെട്ട സഹോദരന്മാരെ, ദുസ്സഹമായ വേദന കൊണ്ട് എൻ്റെ കൺമുൻപിൽ കിടന്ന് പുളയുന്ന എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ രോഗത്തിൻ്റെയും വേദനയുടെയും ബന്ധനത്തിൽ നിന്ന് കർത്താവ് മോചിപ്പിച്ചിരിക്കുന്നു. അതിനെന്നോടൊത്ത് നിങ്ങൾ സ്തോത്രം ചെയ്യുക. അവൾ സ്നേഹിക്കുന്ന കർത്താവിനെ അഭിമുഖം ദർശിക്കുന്നതിനേക്കാൾ വലിയ ആനന്ദം എന്താണ് ഉള്ളത്? ആ ആനന്ദത്തിൽ പങ്കുചേരാൻ എനിക്കും ഇടയാകുന്നതിന് വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവളുടെ മരണം മൂലമുണ്ടായ നഷ്ടം കൊണ്ടല്ല, അതുമൂലമുണ്ടായ ലാഭം കൊണ്ട് എൻ്റെ ഹൃദയം നിറയട്ടെ. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മരണം നഷ്ടബോധമല്ല, ലാഭബോധമാണ് ഉളവാക്കേണ്ടത് എന്ന മഹാസത്യം മുള്ളറിൻ്റെ ജീവിതാനുഭവം നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നു. ഓർക്കണമേ, മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഒരു ബിന്ദുവിലെത്തിയാൽ തിരിച്ചു വരാൻ ആവില്ല. കൊലോസ്യർ 3:3-4 വാക്യങ്ങൾ. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ